മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 9-ാം വാക്യം മുതൽ. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വച്ചിട്ട് ഇസ്ഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കുവാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹം എബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രൻ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തല പൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടുക്കി കിടന്ന ഒരു മുട്ടനാടിനെ കണ്ടു. അവനതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. ഇവിടെയെല്ലാം കർത്താവിൻ്റെ അമൂല്യമായ സ്നേഹം, അനന്തമായ സ്നേഹത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് തൻ്റെ ഹിതം നിറവേറ്റുവാൻ, ദൗത്യം നിറവേറ്റുവാനായിട്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് എങ്കിൽ കർത്താവ് നമ്മുടെ ദൈവദൂതന്മാരാൽ നമ്മൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ടാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്നുള്ള സത്യം നാം മറക്കരുത്. രക്ഷ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അബ്രാഹാമിൻ്റെ ബലിയോടുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ അബ്രാഹാമിൻ്റെ ബലി കർത്താവിന് സ്വീകാര്യമായി എന്നുള്ള സത്യം നാം മനസ്സിലാക്കുക. നാമും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവായ ദൈവത്തിന് വേണ്ടി ബലി അർപ്പിക്കുന്നതാണ്. നമുക്ക് യോഗ്യതയില്ലെങ്കിലും ദൈവപുത്രനായ യേശുവിൻ്റെ ബലിയോട് ചേർന്ന് നാം അർപ്പിക്കുമ്പോൾ അത് വിശുദ്ധമായിരിക്കണം, പവിത്രമായിരിക്കണം. ഹൃദയം, നീ ബലിയർപ്പിക്കുവാൻ വേണ്ടി ബലിപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ നിന്നോടാർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നീ മനസ്സിലാക്കിയാൽ ബലിവസ്തു അവിടെ വച്ച ശേഷം നിന്റെ സഹോദരനോട് രമ്യപ്പെട്ട ശേഷം മാത്രം വന്ന് ബലിയർപ്പിക്കുവാൻ ദൈവവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനുള്ള കൃപാവരം ദൈവമക്കളായി നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.